പണ്ട് തിയേറ്ററിൽ 17 വയസ്സുള്ളപ്പോൾ കണ്ട സിനിമയാണ്. രസമായിരുന്നു. ഡയലോഗ് ഡെലിവറി പാട്ടാണെങ്കിലും അടിപൊളി. അതിന് തിയേറ്ററിൽ കാണുന്നത് കണ്ടത് ഫോണിലും ടിവിയിലും കണ്ടിട്ടുള്ളൂ. വിഷ്വലൊക്കെ നല്ലതായിരുന്നു. നല്ല ഒരു എന്നുവെച്ചാൽ ആ ഫിലിമിൻ്റെ ഒരു ക്വാളിറ്റി കാരണം നമ്മൾ രണ്ടാമത് റീമാസ്റ്റർ ചെയ്ത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായി. ആ ഒരു പിന്നെ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ഇതൊന്നും തോന്നിയൊന്നുമില്ല. നല്ല രസമുണ്ട്. പഴയ കുറേ നെഫർഗീസ് അങ്ങനെ കുറേ പേരെ കണ്ടപ്പോൾ നല്ല ഒരു താങ്ക് യു. സൂപ്പറായിരുന്നു. വേറെ പ്രത്യേകിച്ച് പറയാം, പടം ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്നത് കണ്ടത് ഫോണിലും ടിവിയിലും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് BGM നമുക്കാര് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയ സന്തോഷം. തീർച്ചയായിട്ടും മണിച്ചേട്ടൻ എല്ലാവരും കണ്ടപ്പോൾ എന്താ പറയുക, സന്തോഷമായി. അടിപൊളിയായിട്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റിയതിന് ഒന്നുകൂടി കാണണം എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ ഒരു മാസ് പടമാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഫുൾ ആഘോഷമാക്കിയിരുന്നു? തീർച്ചയായിട്ടും ആ ഒരു BGM ആ ഒരു എന്താ പറയുക എൻട്രി, അതുപോലെ ഫസ്റ്റ് സോങ് എല്ലാം അടിപൊളിയായിരുന്നു. ഫീൽ പടം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും നമുക്ക് നെഗറ്റീവായിട്ട് പറയാനില്ല. നല്ല രീതിയിൽ ചെയ്ത് വച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കത് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ കാണാനായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി, സൂപ്പറായിട്ട് പോയി കാണാം. ഞാൻ പണ്ട് തിയേറ്ററിൽ 17 വയസ്സുള്ളപ്പോൾ കണ്ട സിനിമയാണ്. വീണ്ടും കണ്ടപ്പോൾ അതിലും ബെറ്റർ. അടിപൊളി. അപ്പോൾ എല്ലാവരും കാണാത്തവരും കണ്ടവരൊക്കെ പോയി കാണുക. നമ്മൾ ടിവിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും 4K കാണുമ്പോൾ എന്തായിരുന്നു പുതിയൊരു എക്സ്പീരിയൻസുകൾ? പുതിയ എക്സ്പീരിയൻസ് എസ്പെഷ്യലി ഇത് സൗണ്ടാണ്. അതിൻ്റെ ക്ലാരിറ്റി നമ്മളിങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇരുന്ന് കാണുമ്പോൾ അത്രയും വലിയൊരു ക്യാൻവാസിൽ ഷാജി സാർ ചെയ്ത പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ 4K ഡോൾബിയിൽ അങ്ങനെയൊക്കെയുള്ളൊരു മാസ് പഴയകാല ക്ലാസിക് പടങ്ങൾ കാണുമ്പോൾ ഉണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു സെക്കൻഡ് പോലും നമ്മുടെ കണ്ണ് ചിമ്മാണ്ടിരുന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പം കാണാത്തവരെല്ലാം പോയി കാണുക. അടിപൊളിയായിരുന്നു. രക്ഷയില്ലായിരുന്നില്ല. നല്ല രസമായിരുന്നു. ഡയലോഗ് ഡെലിവറി പാട്ടാണെങ്കിലും അടിപൊളി. അപ്പം ഇവിടെ കാണാൻ തന്നെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വലിയേട്ടൻ? നന്നായിട്ടുണ്ടായിരുന്നു. ലൈക്ക് പണ്ട് ഇത്രയും നാൾ ഒരുപാട് തവണ TV കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും അതൊരു 4K ലെവലിൽ ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നും. മമ്മൂട്ടിയുടെ ഒരു മാസ് പടമാണല്ലോ. അപ്പോൾ മമ്മൂട്ടി ഫാൻസിനൊക്കെ എങ്ങനെയായിരിക്കും ഇത് 4K? അയ്യോ, അത് അകത്തിരുന്ന് നോക്കിയാലായിരുന്നു. എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ പടം ഇപ്പം ഇറങ്ങിയാലും ഭയങ്കര റിവ്യൂ ആണ്. സോ ഇപ്പോഴും മാസ് പടങ്ങൾ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടം വരെ മാസ് പടമായിരുന്നു. അതും ഈസിയായിട്ട് ഫാൻസിൻ്റെ ഇടയിൽ പേര് കിട്ടിയതാണ്. സോ ഇത് ഒരു 24 വർഷം മുമ്പേ ആൾ ചെയ്തതാണ്. സോ മൺമറിഞ്ഞു പോയ ഒരുപാട് കലാപരമാനുള്ള സിനിമയാണല്ലോ. തീർച്ചയായിട്ടും. നമുക്ക് അതുപോലുള്ള ഒരുപാട് പേരെ മിസ് ചെയ്യുന്നൊരു രീതിയാണ് അത്. ഗുഡ്. ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഈ ഒരു എഫക്റ്റ് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റാണ്. താങ്ക് യു.